ലതി നീ ഒരാഴ്ചയായി ഇങ്ങനെ മോന്തയും വലിച്ചേറ്റി വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് നീ എത്ര തന്നെ വിചാരിച്ചാലും നമ്മുടെ കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പോവുള്ളൂ. അവരിന്ന് സ്കൂളിൽ പോവുകയും ചെയ്ത് വരാറുമായി. നീ ഇനി മോന്തയും വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ബാക്കി എല്ലാത്തിനും പൈസയുണ്ട്. നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ കുറ്റമായിപ്പോയി. എടി നിന്നിടത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ടോ, എനിക്ക് സ്ഥിരമായ ഒരു വരുമാനമുണ്ടോ? സ്ഥിരമായിട്ട് വരുമാനമോ ഗവൺമെന്റ് ജോലിയോ ഇല്ലാത്ത ഞാൻ ചെന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പ്രൈവറ്റ് സ്കൂളിൽ ചേർത്ത് പിന്നെ ഞാൻ എങ്ങനെയാണ് കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? നീ ആലോചിക്കാതെ ഓരോന്നും പറയാതെ. അടുത്തുള്ള കുട്ടികൾ നല്ല യൂണിഫോം ഇട്ട് പോകുമ്പോൾ എനിക്കും ആഗ്രഹമില്ലേ നല്ല യൂണിഫോം ഇട്ട് നമ്മളെ മക്കളും പ്രൈവറ്റ് സ്കൂളിൽ പോകണം. നിനക്ക് മാത്രമാണ് ആഗ്രഹമുള്ളത്, എനിക്കും ആഗ്രഹമില്ലേ? നിൻ്റെ കാതിൽ കിടക്കണതോ കഴുത്തിൽ കിടക്കണതോ വിറ്റോ പണയം വെച്ചോ കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് പൈസ അവർക്ക് കൊടുത്ത് തൽക്കാലം അഡ്മിഷൻ വാങ്ങിക്കുക. തുടർന്ന് നമുക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണ്ടേ? നീ ആലോചിക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിച്ചിരിക്കാതെ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണത്. നമ്മൾ എല്ലാവരും നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കാനുള്ളത്. നമ്മുടെ വരുമാനവും സാഹചര്യം നോക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാനുള്ളത്, അല്ലാതെ മറ്റുള്ളവരെ നോക്കിയല്ല നമ്മൾ ജീവിക്കാൻ. പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂള്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗവൺമെന്റിന്റെ അരി വാങ്ങാം, ഗവൺമെന്റിന്റെ ബസ്സിൽ സഞ്ചരിക്കാം, ഗവൺമെന്റ് ട്രെയിൻ ഉപയോഗിക്കാം, എല്ലാം ഗവൺമെന്റ് വേണം. നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ ഗവൺമെന്റ് ജോലി വേണം. ഗവൺമെന്റ് സ്കൂള് മാത്രം മോശമെന്ന് പറയുന്ന ഈ രീതികളാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. പ്രൈവറ്റ് വിദ്യാഭ്യാസം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിയാത്ത നമ്മൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? നമുക്കതിന് കഴിയുമെങ്കിൽ ചെയ്യാം. മനസ്സിലായോ? നീ കഴിക്ക്, ചായ ഇട്, ചെല്ല്. ഒരാഴ്ച ആയില്ലേ വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. മതി.